തിരുവനന്തപുരം കടയ്ക്കാവൂർ തെക്കുഭാഗം MS നിവാസിൽ ജിത്തു എന്ന് വിളിക്കുന്ന MS ലിജു, മറയൂർ പട്ടിക്കാട് സ്വദേശി R മണികണ്ഠൻ എന്നിവരാണ് ഒടുവിൽ പിടിയിലായത്. കടയ്ക്കാവൂരിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന ലിജുവിനെ കടയ്ക്കാവൂർ ഷേഡോ പോലീസിന്റെ സഹായത്തോടെയാണ് പിടികൂടിയത്. ലിജു 5 വർഷം മുമ്പ് മണ്ണുമാന്തി യന്ത്രത്തിന്റെ ഡ്രൈവറായി വന്നയാളാണ്. പിന്നീട് അബ്ദുൽ ജലീലിന്റെ കൂടെ ആക്രി കച്ചവടത്തിൽ പങ്കാളിയായി. ആക്രി സാധനങ്ങൾ കൊണ്ടുപോകുന്നതിനിടയിൽ ചന്ദനക്കടത്ത് ആരംഭിക്കുകയും ചെയ്തതായി അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു. സ്വകാര്യ ഭൂമിയിലെ ചന്ദനമാണ് ഇവർ കൂടുതലായി കടത്തിവരുന്നത്. നാച്ചുവയൽ ചന്ദനക്കാട്ടിൽ നിന്നും 4 ചന്ദനമരവും പുളിക്കര വയൽ വെസ്റ്റ് ഫോറസ്റ്റ് മേഖലയിൽ നിന്നും 2 ചന്ദനമരങ്ങളും കടത്തിയതിൽ ഇവർക്ക് പ്രധാന പങ്കുണ്ട്. നാച്ചുവയൽ ഫോറസ്റ്റ് സ്റ്റേഷന് 300 മീറ്റർ അകലെ ഇല്ലിക്കാട് ഭാഗത്ത് ചന്ദന സംരക്ഷണ വേലിക്കകത്ത് നിന്ന് ലക്ഷങ്ങൾ വിലമതിക്കുന്ന 4 ചന്ദനമരങ്ങൾ 2024 നവംബർ 6-ന് മോഷ്ടാക്കൾ മുറിച്ചു കടത്തിയിരുന്നു. പലപ്പോഴും ഈ ഗോഡൌണിൽ കുപ്പിയും പാട്ടയൊക്കെ ഉള്ള ഗോഡൌണിലാണ് ഈ സാധനങ്ങൾ കൊണ്ടുവരികയും സ്റ്റോർ ചെയ്യുകയും അധികാരം സ്റ്റോർ ചെയ്ത് വെക്കത്തില്ല. കൊണ്ടുവന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ 1-2 ദിവസം വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഈ സാധനങ്ങൾ കൊണ്ടുപോകുന്ന രീതിയാണ്. അത് തമിഴ്നാട് സൈഡിലേക്കാണ് ആക്രിയായിട്ട് മെയിനായിട്ട് പോകുന്നത്, തമിഴ്നാട്ടിലെ ചില ഭാഗങ്ങളിൽ. അത് ആരൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഏകദേശം ധാരണയുണ്ട്. അപ്പോൾ അതിലെ പ്രതികളെ ഉടനെ തന്നെ അറസ്റ്റ് ചെയ്യും. കേസിൽ ഇതുവരെ 6 പ്രതികൾ പിടിയിലായിട്ടുണ്ട്. കൂടുതൽ പേർക്ക് പങ്കുണ്ടെന്നാണ് വനം വകുപ്പ് നൽകുന്ന വിവരം. ഇവരെയും മുറിച്ചു കടത്തിയ ചന്ദനത്തടികളും കണ്ടെത്തുവാനുള്ള ശ്രമം ഊർജിതമാക്കിയതായി അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ 2 മാസത്തിനിടയിൽ മറയൂരിലെ ചന്ദനവെട്ടു കേസുകളിലായി 18 പേരാണ് പിടിയിലായത്. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.